Good morning dear students. Good morning. Exam ഒക്കെ എല്ലാവർക്കും എളുപ്പമായിരുന്നോ? എല്ലാവരും നല്ലപോലെ എഴുതിയോ എക്സാം? ഓക്കെ, നമുക്കിനി ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണ്ടേ? നമ്മൾ ഇന്ന് ബേസിക് സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് സയൻസിലെ 9th ചാപ്റ്റർ ആയ About Flowering Plants. എന്താണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര്? About Flowering Plants. അല്ലേ, എന്താണ്? പൂക്കുന്ന സസ്യങ്ങളെ കുറിച്ച്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടന്നാലോ. പേജ് നമ്പർ എത്ര? 81. എടുത്തോ എല്ലാവരും? ടെക്സ്റ്റ് നോട്ടൊക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, ടീച്ചർ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. From the tiny grasses to the tall neem, from the prickly cactus to the floating lotus, from the bushy China rose to the climbing ground, plants are of many types. അല്ലേ, പ്ലാന്റ്സ് എല്ലാം ഒരേ ടൈപ്പിലുള്ളതാണോ? അല്ല, പ്ലാന്റ്സ് ആർ ഡിഫറെന്റ് ടൈപ്പിലാണ്. അല്ലേ, മെനി ടൈപ്പ്, ധാരാളം സസ്യങ്ങളും ചെടികളും നമുക്ക് ചുറ്റും ഉണ്ട്. അതായത് വെള്ളത്തിൽ വളരുന്ന താമരയുണ്ട്, അതുപോലെ തന്നെ നല്ല പൊക്കത്തിൽ വളരുന്ന വേപ്പും മരങ്ങളുണ്ട്, പിന്നെന്താണ് പോച്ചളില്ലേ പുല്ലുണ്ട്. അങ്ങനെ പലതരത്തിലാണ് പ്ലാന്റ്സ് ഉള്ളത്. മെനി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. In this chapter we will discuss only those plants which bear flowers or flowering plants. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലേ, പൂക്കുന്ന ചെടികളെ കുറിച്ച്. There are many plants like ferns, mosses, pines and firs which do not have flowers. എന്താണ്, പൂക്കുന്ന ചെടികളും ഉണ്ട്, പൂക്കാത്ത ചെടികളും ഉണ്ട്. നമ്മുടെ ഫേൺസ്, മോസസ്, പൈൻസ്, ഫയർസ് ഇതെല്ലാം എന്താണ്, ഇവയൊന്നും പൂക്കാത്ത സസ്യങ്ങൾ എക്സാമ്പിൾസ് ആണ്. ബട്ട് യു വിൽ ലേൺ അബൌട്ട് ദം ലേറ്റ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ്, പൂക്കുന്ന ചെടികളെ സസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. നമ്മൾ പറഞ്ഞു ഒരു തരത്തിലുള്ള പ്ലാന്റ്സ് അല്ല, പ്ലാന്റ്സ് ആർ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു. നീളം വളരെ പൊക്കത്തിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്, മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, പിന്നെന്താണ് തറയിൽ പടർന്ന് വളരുന്ന സസ്യങ്ങളുണ്ട്. ഇല്ലേ, അങ്ങനെ പല രീതിയിലുള്ള സസ്യങ്ങളുണ്ട്. അപ്പൊ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. There are many ways of classifying flowering plants. അപ്പോൾ ഈ പൂക്കുന്ന സസ്യങ്ങളെ നമുക്ക് എന്താണ്, അല്ലേ, പൂക്കുന്ന സസ്യങ്ങളെ നമുക്ക് തരംതിരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട്. On the basis of size and kind of stem, they can be classified into herbs, shrubs and trees. അപ്പോൾ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? On the basis of size and kind of stem. അല്ലേ, അവയുടെ സ്റ്റെമ്മിന്റെ അല്ലേ തണ്ടിന്റെ ആ ഒരു സൈസിലും അതിന്റെ ആ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ചെടികളെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? ഹെർബ്സ്, ഷബ്സ് ആൻഡ് ട്രീസ്. നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹെർബ്സിലെ ഔഷധ സസ്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഔഷധ സസ്യങ്ങൾ ഹെർബ്സ്, അതുപോലെ തന്നെ ഷബ്സ് കുറ്റിച്ചെടികൾ ഇല്ലേ, പിന്നെ എന്തുണ്ട്, ട്രീസ് വലിയ മരങ്ങൾ. അപ്പൊ നമ്മള് പ്ലാന്റിന്റെ അല്ലേ സസ്യങ്ങളുടെ എന്തിനനുസരിച്ച് അവയുടെ കൈൻഡ് ആൻഡ് സൈസ് ഓഫ് സ്റ്റെം, അവയുടെ തണ്ട് അല്ലെങ്കിൽ കാണ്ഡത്തിനനുസരിച്ച് അവയെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഹെർബ്സ്, ഷബ്സ്, ട്രീസ്. എന്താണ് ഔഷധ സസ്യങ്ങള്, കുറ്റിച്ചെടികള്, മരങ്ങൾ. നമ്മൾ ഇവ ഓരോന്നും എന്താന്ന് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹെർബ്സ് അല്ലേ, ഔഷധ സസ്യങ്ങൾ. നോക്കിക്കേ, these are small plants with the soft green stems which may or may not have branches. എന്താണ്, these are small plants, ചെറിയ പ്ലാന്റ്സ് ആണ് ഹെർബ്സ്. ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അവയ്ക്ക് എന്താണ്, സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെം അല്ലേ, പച്ച മൃദുലമായിട്ടുള്ള തണ്ടോട് കൂടിയ ചെറിയ ചെടികളാണ് എന്തെന്ന് പറയുന്നത്, ഹെർബ്സ്, ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് വളരെ മൃദുലമായ തണ്ടോട് കൂടിയ അല്ലേ, പച്ച തണ്ടോട് കൂടിയ എന്താണ് ചെറിയ ചെടികളെയാണ്, സ്മാൾ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. വിച്ച് മേ ഓർ മേ നോട്ട് എന്താണ്, ഹൗ ബ്രാഞ്ചസ്, അവയ്ക്ക് ചിലപ്പോൾ ശാഖകൾ ഉണ്ടായിരിക്കും അല്ലേ, ചില്ലകൾ കാണും, അല്ലെങ്കിൽ ശാഖ ഇല്ലാതായിരിക്കും ആ സസ്യം വളരുന്നത്. മോസ്റ്റ് ഹെർബ്സ് ലൈഫ് ഫോർ ജസ്റ്റ് 1 season or 2 seasons. അപ്പൊ പല ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഒന്നുകിൽ ഒരു സീസണിലോ അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ 2 സീസണിലോ മാത്രമേ അതിന്റെ ആയുസ് കാണും. 1 or 2 സീസണിലായിരിക്കും അവ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. They are known as annuals and biennials respectively. അപ്പൊ നമ്മൾ അവ എന്തെന്നൊക്കെ വിളിക്കുന്നത്, ആനുവൽസ് എന്ന് വിളിക്കുന്നു, ബൈനിയൽസ് എന്ന് വിളിക്കുന്നു അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ചിലപ്പോൾ ഒരു സീസണിലായിരിക്കും അവ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സീസണിലായിരിക്കും അവ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അവയെ നമ്മൾ
ആനുവൽസ് വാർഷികമെന്നും ബൈനിയൽസ് ദ്വിവത്സരമെന്നും അവയെ നമ്മളിങ്ങനെ വിളിക്കാറുണ്ട്. റൈസ്, മസ്റ്റാർഡ് ആൻഡ് സൺഫ്ലവർ ആർ ആനുവൽസ്. അപ്പൊ ഈ എന്താണ് റൈസ്, അരി ആയാലും കടുകായാലും സൺഫ്ലവർ, സൂര്യകാന്തി, ഇവയെല്ലാം എന്താണ് അല്ലെ ആനുവൽസ് ആണ്. അവയെല്ലാം ചിലപ്പോൾ ഒരു വർഷം ഒരു സീസണിൽ ഇങ്ങനെ നിൽക്കുന്നവയായിരിക്കും. വൈൽ റാഡിഷ്, ബീറ്റ് ആൻഡ് ക്യാരറ്റ് ആർ ബൈനിയൽസ്. അപ്പൊ എന്താണ് റാഡിഷ് ആയാലും ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇവയെല്ലാം ചിലപ്പോൾ 2 വർഷത്തിലെ ബൈനിയൽസ് ആണ്. 2 സീസണിൽ ഇവ ഇങ്ങനെ നിൽക്കും. Some herbs like canna do live for many years. അപ്പം canna എന്ന് പറയുന്ന ആ ഒരു ഔഷധസസ്യം എന്താണ് ചില വർഷങ്ങളോളം അവ ഇങ്ങനെ വളരാറുണ്ട്. However, these are called perennials. അപ്പൊ അവയെ നമ്മൾ എന്താ വിളിക്കുന്നു perennials. അപ്പൊ നമ്മൾ പറഞ്ഞു ചില ഹെർബ്സ് ഔഷധ സസ്യങ്ങളിലെ ഹെർബ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു ചിലപ്പോൾ ഒരു സീസണിലായിരിക്കും അവ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്, ചിലപ്പോൾ 2 സീസണിലായിരിക്കും അവ ഇങ്ങനെ വളർന്നത്. അപ്പൊ canna എന്ന് പറയുന്ന ഒരു ഹെർബ്സ് എന്താണ് ഇങ്ങനെ വർഷങ്ങളോളം അവ ഇങ്ങനെ വളർന്നു നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വർഷം മാത്രം നിൽക്കുന്നത് നമ്മൾ ആനുവൽസ് എന്നും 2 സീസണിലൊക്കെ വളർന്നു നിൽക്കുന്നത് നമ്മൾ എന്ത് വിളിച്ചു ബൈനിയൽസ് എന്നും, വർഷങ്ങളോളം നിലനിൽക്കുന്ന ആ ഒരു ഹെർബ്സിനെ ഔഷധസസ്യത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പെരിനിയൽസ് എന്നും വിളിക്കുന്നു. Some herbs have a weak stem which cannot stand erect. അപ്പൊ ചില ഔഷധ ചെടികൾക്ക് എന്താണ് വളരെ എന്താണ് കട്ടി കുറഞ്ഞ തണ്ടായിരിക്കും ഉള്ളത് അല്ലേ, വീക്ക് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും. ആ ചെടിയെ നിലനിർത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ ഈ ഒരു സ്റ്റെം അതിനെ സഹായിക്കുന്നത്. അത്രയ്ക്ക് വീക്ക് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും ചില ഔഷധ സസ്യങ്ങൾക്കുള്ളത്. Such plants called creepers and climbers grow along the ground or climb with the help of a support. അപ്പൊ എന്താണ് ഇങ്ങനെ ചെടിയെ നമുക്കിങ്ങനെ നിവർന്ന് നിൽക്കാൻ പോലും എന്താണ് സഹായിക്കാത്ത ദുർബലമായ ചില തണ്ടായിരിക്കും ചില ഔഷധ സസ്യങ്ങൾക്കുള്ളത്. അവയൊക്കെ എന്തുവാ ചെയ്യുന്നത് വേറെ എന്തിനെങ്കിലും സപ്പോർട്ടോട് കൂടി എന്തിലെങ്കിലും പടർന്നു കയറുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ പടർന്നു വളരുകയാണ് ചെയ്യുന്നത്. അവയാണ് നമ്മൾ ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഏതെങ്കിലും ഇപ്പൊ നമുക്കറിയാം ചെടികളൊക്കെ ഭിത്തിയിലായാലും വേറൊരു മരത്തിലായാലും ഒക്കെ പടർന്ന് കിളിക്കുന്നത്, കയറൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കാമെങ്കിൽ അതിലൊക്കെ പടർന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ ചിലപ്പോൾ തറയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വളരുന്ന സസ്യങ്ങളും ഉണ്ട്. അപ്പം അവയെ നമ്മൾ ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ വേറെ എന്തിൻ്റെയെങ്കിലും സപ്പോർട്ടോട് കൂടിയൊക്കെ ആയിരിക്കും അതിങ്ങനെ വളരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് മെനി ഗാർഡൻ പ്ലാന്റ്സ് ലൈക്ക് മേരിഗോൾഡ്, പെറ്റൂണിയ, ആസ്റ്റർ ആൻഡ് സ്വീറ്റ് പീ ആർ ഹെർബ്സ്. ഇപ്പൊ എന്താണ് ഇപ്പം ഗാർഡൻ പ്ലാന്റ്സ് ആയാലേ പൂന്തോട്ട സസ്യങ്ങളായ മേരിഗോൾഡ് ജമന്തി ആയാലും പെറ്റൂണിയ ആയാലും ആസ്റ്റർ ആൻഡ് സ്വീറ്റ് പീ അല്ലെ മധുര പയർ, ഇതെല്ലാം എന്താണ് നമ്മുടെ ഹെർബ്സിന് നമ്മുടെ ഔഷധ സസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. സോ ആർ ക്രോപ്പ് പ്ലാന്റ്സ് ലൈക്ക് പൊട്ടറ്റോ, ടൊമാറ്റോ, സ്പിനാച്ച് ആൻഡ് വീറ്റ്. അപ്പൊ അതുപോലെ തന്നെ ചില വിളസസ്യങ്ങളിലെ ക്രോപ്പ് പ്ലാന്റ്സ് ആയ പൊട്ടറ്റോ ആയാലും ടൊമാറ്റോ ആയാലും സ്പിനാച്ച് ആയാലും വീറ്റ് ഇവയെല്ലാം എന്താണെന്ന് പറയുന്നത് ഹെർബ്സിന് എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് പറയാം. മെനി ഗാർഡൻ പ്ലാന്റ്സ് ലൈക്ക് മേരിഗോൾഡ്, പെറ്റൂണിയ, ആസ്റ്റർ ആൻഡ് സ്വീറ്റ് പീ ആർ ഹെർബ്സ് ആണ് അല്ലെ. മേരിഗോൾഡ്, പെറ്റൂണിയ, അതുപോലെ തന്നെ സ്വീറ്റ് പീ, പിന്നെന്താ പറഞ്ഞത് ആസ്റ്റർ, ഇവയെല്ലാം ഹെർബ്സ് ഔഷധ സസ്യങ്ങളാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ ചില എന്താണ് ക്രോപ്പ് പ്ലാന്റ്സ് വിളസസ്യങ്ങളായ പൊട്ടറ്റോ, ടൊമാറ്റോ, സ്പിനാച്ച് ആൻഡ് ബീറ്റ് ഇവയും നമുക്ക് എന്തായിട്ട് പറയാം ഹെർബ്സ് ഔഷധ സസ്യങ്ങൾ ഇവയെ നമുക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഹെർബ്സിലെ ഔഷധ സസ്യങ്ങൾ. ഔഷധ സസ്യങ്ങൾ എങ്ങനെയുള്ളവയാണ് സ്മാൾ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ എന്താ നമ്മുടെ ഗ്രീൻ സ്റ്റെം ഉണ്ട്, പിന്നെന്താ സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെം ഇല്ലേ പച്ച നിറത്തിലെ അല്ലേ പച്ച നിറത്തോട് കൂടിയ നല്ല മൃദുലമായിട്ടുള്ള തണ്ടോട് കൂടിയ ചെറിയ പ്ലാന്റ്സ് ആണ് ഹെർബ്സ് ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്ത സെക്കൻഡ് ടൈപ്പ് ആണ് ഷബ്സ്. എന്താണ് കുറ്റിച്ചെടികൾ. അത് നമ്മൾ കണ്ടിട്ടില്ലേ കുറ്റിച്ചെടികള്. ഓക്കെ, shrubs are medium sized plants which can grow up to 8 or 9 feet. എന്താ 8-9 അടിയോ വളരുന്നില്ലേ 8-9 അടി വളരുന്ന മീഡിയം സൈസ്ഡ് പ്ലാന്റ്സിനെ ഇടത്തരം സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഷബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറ്റിച്ചെടികൾ എന്ന് വെച്ചാൽ എന്തുവാ പറഞ്ഞത് നമ്മൾ 8-9 അടി വളരുന്ന മീഡിയം സൈസ്ഡ് ഇല്ല ഇടത്തരം ചെടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഷബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ എന്ന് വിളിക്കുന്നത്. Because they have many branches which start from the base of the stem and grow in every direction. അപ്പൊ എന്താണ് അതിങ്ങനെ കുറ്റിച്ചെടി നമ്മളത് പറയാൻ കാരണം അതിങ്ങനെ അല്ലെ തിങ്ങി നിറഞ്ഞ ചില്ലകളോട് കൂടെ ഒരുപാട് ഇങ്ങനെ ചില്ലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ചെറിയ ചെടികളാണ് അല്ലെ ഇടത്തരം ചെടികളാണ്.
അപ്പൊ അതുകൊണ്ട് ധാരാളം ബ്രാഞ്ചസ് ആണ് ഉണ്ട്, ചില്ലകൾ ഉള്ളതുകൊണ്ട് തന്നെ അതെന്താ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പം വിച്ച് സ്റ്റാർട്ട് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അപ്പൊ ഓരോ അതിന്റെ ആ ചില്ലകൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് അല്ലെ, ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്നാണ് ആ ഓരോ ചില്ലകളും സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് ഗ്രോ ഇൻ എവറി ഡയറക്ഷൻ. അപ്പൊ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്ന തരത്തിലുള്ള ശാഖകളാണ് നമ്മുടെ ഷബ്സിന്, കുറ്റിച്ചെടികൾക്ക് ഉള്ളത്. ദ സ്റ്റെം ഈസ് ഹാർഡ് ആൻഡ് വുഡി. ഇപ്പൊ ഈ ഷബ്സിന്റെ സ്റ്റെം എന്ന് പറയുന്നത് അല്ലേ കട്ടിയുള്ളതും അതുപോലെ തന്നെ വുഡിയാണ് അല്ലേ, തടിയുമാണ്. അൺലൈക്ക് ദ സ്റ്റെം ഓഫ് ഹെർബ്. അപ്പൊ നമ്മുടെ ഹെർബ്സ് ഔഷധ സസ്യങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഷബ്സിന്റെ സ്റ്റെം എന്ന് പറയുന്നത് കട്ടിയുള്ളതുമാണ്, തടിയായിട്ടുള്ളതുമാണ്. These plants are often grown as hedge plants. ഇതെന്താണ് ഒരു ഹെഡ്ജ് പ്ലാന്റ് ആയിട്ട് ഇത് വളരുന്നുണ്ട്. ചൈന റോസ്, ക്രീപ്പ് ജാസ്മിൻ, ഹെന്ന ആൻഡ് റോസ് ആർ സം ഷബ്സ്. അപ്പൊ നമുക്ക് എന്താണ് ചൈന റോസ്, അതുപോലെ തന്നെ ജാസ്മിൻ, ഹെന്ന, റോസ്, ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ ഷബ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. രണ്ടാമത് നമ്മൾ പഠിച്ച ടൈപ്പ് പ്ലാന്റ്സ് ഓഫ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിന് സെക്കൻഡ് ആണ് ഷബ്സ് എന്ന് പറയുന്നത്. ഷബ്സ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഷബ്സ് ആ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്. എന്താണ് 8 or 9 ഫീറ്റിൽ വളരുന്ന മീഡിയം സൈസ്ഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഷബ്സ്, കുറ്റിച്ചെടികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് ട്രീസ്. എന്താ മരങ്ങള് അല്ലേ. These are tall perennial plants with a thick hard woody stem called trunk. എന്താണ് വർഷങ്ങളോളം അല്ലേ വളരുന്നതാണ് മരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം വർഷങ്ങളോളം ഇങ്ങനെ വളരും. അതുമല്ല അതിനെന്താണ് നല്ല പൊക്കവും കാണും, വർഷങ്ങളോളം അതിങ്ങനെ നിലനിൽക്കുന്ന പ്ലാന്റ് ആണ് മരങ്ങൾ നമ്മൾ പറയുന്നത്, ട്രീസ് ആണ് നമ്മൾ വിളിക്കുന്നത്. അതിന് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള അതുപോലെ നല്ല തടി ഇല്ലേ, എന്താണ് ട്രങ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്റ്റെം അതിന്റെ ആ കട്ടിയുള്ള വുഡി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹാർഡായിട്ടുള്ള നമ്മൾ വിളിക്കുന്ന ആ തടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രങ്ക് എന്ന് വിളിക്കുന്നത്. ബ്രാഞ്ചസ് അറൈസ് ഫ്രം ദ ട്രങ്ക് ആഫ്റ്റർ എ സർട്ടൻ ഹൈറ്റ്. അപ്പൊ എന്താണ് ഇച്ചിരി കുറച്ചൊരു ഉയരം കഴിയുമ്പോഴത്തേക്കും ഈ ബ്രാഞ്ചസ് ശാഖകൾ വരുന്ന എവിടെ നിന്നാണ്? ഈ ട്രങ്കിൽ മരത്തടിയിൽ നിന്നാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവിടെ നിന്നാണ് എന്താണ് ഈ ശാഖകൾ പൊട്ടിമുളച്ച് വരാൻ തുടങ്ങുന്നത്. മാംഗോ, കിക്കർ, ഗുവ, നീം ആൻഡ് യുക്കാലിപ്സ് ആർ സം ട്രീസ്. നമുക്കറിയാം മാവായാലും ഇല്ലേ, ഗുവാവ, പേരയ്ക്ക, അതുപോലെ തന്നെ കിക്കർ, നീം, യുക്കാലിപ്സ് ഇതെല്ലാം എന്താണ് ട്രീസിന് എക്സാമ്പിൾ ആണ്. Stand under them and look up. You will find that the branches arise from nearly the top of the stem. ഇപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന്റെ ടോപ്പിൽ നിന്നാണ് ഈ എല്ലാ ശാഖകളും വരുന്നതെന്ന് നമ്മളൊരു ട്രീയെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Trees like coconut and date palm do not have branches. നമ്മൾ പറഞ്ഞു ചില്ലകളോട് കൂടി അല്ലേ, ബ്രാഞ്ചസോട് കൂടിയതാണ് ട്രീസ് എന്ന് പറഞ്ഞു. പക്ഷെ കോക്കനട്ട് ട്രീക്കും എന്താണ് നമ്മുടെ ഡേറ്റ് പാമിനും ഈന്തപ്പനയ്ക്കൊന്നും എന്തില്ല, ചില്ലകളില്ലാത്ത ട്രീസ് ആണ് കോക്കനട്ട്, ഡേറ്റ് പാം എന്നൊക്കെ പറയുന്നത്. നമുക്ക് നമ്മളിപ്പോൾ ഒരു തെങ്ങ് നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ശാഖകൾ കാണാൻ പറ്റും. ഒരു മാവ് മരത്തിന്റെ കണക്ക് നമുക്ക് ശാഖകൾ കാണാൻ പറ്റുമോ തെങ്ങില്? ഇല്ല. അപ്പൊ തെങ്ങ്, ഡേറ്റ് പാമിലെ കോക്കനട്ട്, ഡേറ്റ് പാം ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അവയ്ക്ക് ചില്ലകളില്ല, ശാഖകൾ കാണില്ല. നമ്മൾ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷബ്സ്, ട്രീസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് പ്ലാന്റ്. ഒരു പ്ലാന്റിന് പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. നമുക്കായാലും നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള പാർട്സ് ഉണ്ട് ഇല്ലേ, ഹാൻഡ് ഉണ്ട്, മൗത്ത് ഉണ്ട്, ലെഗ് ഉണ്ട്, ഹെഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പാർട്സ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്ലാന്റിന് എന്തുണ്ട്, പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. അവയെല്ലാം പലതരത്തിലുള്ള ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു പ്ലാന്റിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എല്ലാം റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നോക്കിക്കേ, എ പ്ലാന്റ് ഹാസ് 2 പാർട്സ്. അപ്പോൾ എന്താണ്, ഒരു പ്ലാന്റിന് പ്രധാനമായിട്ടും 2 പാർട്സ് ഉണ്ട്. ദ പാർട്ട് എബവ് ദ ഗ്രൗണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് ദ സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കാൾഡ് ഷൂട്ട്. അപ്പൊ എന്താണ് പറയുന്നത്, ഒരു പ്ലാന്റിനെ പ്രധാനമായിട്ടും 2 പാർട്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഷൂട്ട്, പിന്നെ ഏതുണ്ട്? റൂട്ട്. ഏതൊക്കെയാണ്? ഷൂട്ട്, റൂട്ട്. അപ്പോൾ ഒരു പ്ലാന്റിന് നമുക്ക് പ്രധാനമായിട്ടും 2 പാർട്സ് ആക്കി നമ്മൾ തിരിക്കുന്നുണ്ട്, ഷൂട്ട് എന്നും റൂട്ട്. എ പ്ലാന്റ് ഹാസ് 2 പാർട്സ്. ദ പാർട്ട് എബവ് ദ ഗ്രൗണ്ട്. അതായത് നമ്മളൊരു പ്ലാന്റ് ഇങ്ങനെ നടുമ്പോൾ ആ ഗ്രൗണ്ടിന് മുകളിൽ കാണുന്ന പ്ലാന്റിന്റെ ആ പാർട്ടിനെയാണ് നമ്മൾ ഷൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഷൂട്ടിന്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സ്റ്റെം വരും ഇല്ലേ, തണ്ട്. ഒരു പ്ലാന്റിന്റെ തണ്ട് എന്താണ്, ഗ്രൗണ്ടിന് മുകളിലാണ്. അപ്പൊ സ്റ്റെം
വരുന്നുണ്ട്. അതുപോലെ തന്നെ ലീവ്സ്, ഇലകൾ ഗ്രൗണ്ടിന് മുകളിലല്ലേ, ഭൂമിക്ക് മുകളിൽ കാണാനല്ലേ മരത്തിന്റെ നമ്മൾ ഇലകളൊക്കെ. അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, പിന്നെന്തുണ്ട്, ഫ്രൂട്ട്സ്. ഇതൊക്കെ എന്താണ്, ഒരു പ്ലാന്റിന്റെ ഗ്രൗണ്ടിന്റെ മുകളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഈ സ്റ്റെം ആയാലും ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്താണ്, ഒരു പ്ലാന്റിന്റെ ഗ്രൗണ്ടിന് മുകളിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങളാണ്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷൂട്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ, ദ പാർട്ട് ബിലോ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് താഴെ കുറച്ച് പാർട്സ് ഉണ്ട് ഒരു പ്ലാന്റിന് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരെന്താ, റൂട്ട് എന്ന് വിളിക്കും, വേരുകൾ. ക്ലിയർ ആയോ? ഒരു പ്ലാന്റിനെ നമ്മൾ രണ്ട് പാർട്സ് ആക്കി മാറ്റുന്നുണ്ട്. പ്ലാന്റ് ഹാസ് ടു പാർട്സ്, ഷൂട്ട്, റൂട്ട്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, ഒരു ഗ്രൗണ്ടിന് മുകളിൽ കാണുന്ന പ്ലാന്റിന്റെ പാർട്സിനെയാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് തുടങ്ങിയവയൊക്കെ കാണുന്നു. ഇനി ഗ്രൗണ്ടിന് താഴെ കാണുന്ന പ്ലാന്റിന്റെ ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട്, വേരുകൾ അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് റൂട്ട് എന്താണെന്ന് പഠിക്കാം. റൂട്ട് എന്താണ്, റൂട്ടിന്റെ ഫങ്ഷൻസ് എന്താണ്. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നത് റൂട്ടിനെ കുറിച്ച്. ഓക്കെ, ഇതാണ് റൂട്ട്. ദ റൂട്ട്സ് ഓഫ് ലാൻഡ് പ്ലാന്റ്സ് ഗ്രോ അണ്ടർഗ്രൗണ്ട്. ഇപ്പൊ എന്താണ് നമ്മുടെ ലാൻഡ് പ്ലാന്റ്സിൽ നമ്മുടെ റൂട്ട് എവിടെയാണ്, ഭൂമിക്ക് അടിയിലാണ് റൂട്ട്സ്, വേരുകൾ കാണപ്പെടുന്ന മണ്ണിന്റെ അടിയിലല്ലേ. ഓക്കെ, though they serve the same purpose, they are of two major types as the following activity will show. Roots തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഭൂമിക്ക് അടിയിൽ നമ്മൾ കാണുന്ന പ്ലാന്റിന്റെ ഒരു പാർട്സ് ആണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട്സിൽ എന്താണ്, റൂട്ട്സ് ടൈപ്പ് ഉണ്ട്, പലതരത്തിലുള്ള റൂട്ട്സ് ഉണ്ട്. നമുക്ക് അത് നോക്കാം. Grass and many cereal plants like maize and wheat have thin fiber-like roots coming out of the base of the stem. These are called fibrous root. എന്താണ് നമ്മളതിനെ വിളിക്കുന്നത്, fibrous root. എന്താ fibrous root എന്ന് നമ്മൾ എന്താ പറയും ഇല്ലേ, ഗ്രാസ് ആൻഡ് മെനി cereal plants. നമ്മുടെ എന്താണ് ഗ്രാസ്, പുല്ല്, ചോളം പോലെ തുടങ്ങിയ പല ധാന്യ ചെടികൾക്കും എന്തുണ്ട്, തിൻ ഫൈബർ ലൈക്ക് റൂട്ട്സ് ആണ് അല്ലേ. അതായത് കട്ടി കുറഞ്ഞ നാരുകൾ പോലെയുള്ള റൂട്ടാണ് നമ്മുടെ ഈ ധാന്യ ചെടികളായ നമ്മുടെ ഗ്രാസിനും അതുപോലെ തന്നെ ലൈക്ക് മൈസ്, ചോളം, അതുപോലെ വീറ്റ്, ഗോതമ്പ് തുടങ്ങിയ ധാന്യ ചെടികൾക്കും പുല്ലിനും ഒക്കെ എന്താണ്, വളരെ കട്ടി കുറഞ്ഞ നാരുകൾ പോലെയുള്ള വേരുകളാണ് കാണപ്പെടുന്നത്. അവ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, കമ്മിങ് ഔട്ട് ഓഫ് ദ ബേസ് ഓഫ് ദ സ്റ്റെം. അതായത് നമ്മളൊരു തണ്ട് വന്നിട്ട് ആ തണ്ടിന്റെ അറ്റത്തു നിന്ന് തന്നെ എന്ത് തോന്നാണ്, കുറെ നാരുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റില് പിക്ചർ നോക്കിക്കേണ്ടത് കണ്ടോ, ഒരു ഗ്രാസിന്റെ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സ്റ്റെമ്മിൽ നിന്ന് ധാരാളം റൂട്ട്സ് വേറെ വേറെ ഇങ്ങനെ പോയേക്കുന്നു. ഓക്കെ, അപ്പൊ ആ റൂട്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദീസ് ആർ കാൾഡ് ഫൈബറസ് റൂട്ട്സ്. എന്ത് ടീച്ചർ പറഞ്ഞത്, ഗ്രാസ് ആൻഡ് മെനി സീരിയൽ പ്ലാന്റ്സ് ഇല്ലേ, പുല്ല്, അതുപോലെ തന്നെ പല ധാന്യ ചെടികൾ ഏതൊക്കെയാണ്, ലൈക്ക് മൈസ്, വീറ്റ്, ചോളം, ഗോതമ്പ് തുടങ്ങിയ ധാന്യ ചെടികൾക്കെല്ലാം തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഫൈബർ ലൈക്ക് റൂട്ടാണ്, നാരുകൾ പോലുള്ള റൂട്ടാണ്. അവ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, കമ്മിങ് ഔട്ട് ഓഫ് ദ ബേസ് ഓഫ് ദ സ്റ്റെം. ആ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നായിരിക്കും ആ വേരിങ്ങനെ വളരാൻ തുടങ്ങുന്നത്. ദീസ് ആർ കാൾഡ് ഫൈബറസ് റൂട്ട്സ്. അത്തരത്തിലുള്ള വേരുകളെയാണ് നമ്മൾ ഫൈബറസ് റൂട്ട് എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് സ്പിനാച്ച് ആൻഡ് മസ്റ്റാർഡ് ഓൺ ദ അതർ ഹാൻഡ് there is a main root growing from the base of the stem. Okay, this is main root which grows vertically downward is called the top root. Top root. അടുത്ത എന്താണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ ടീച്ചർ, അതായത് മസ്റ്റാർഡ്, സ്പിനാച്ചിലെ ചീര, കടുക് പോലുള്ള സസ്യങ്ങൾക്ക് എങ്ങനെയാണ് മെയിൻ ആയിട്ടൊരു റൂട്ട് അവർക്ക് കാണും. എന്നിട്ട് ആ റൂട്ടിൽ നിന്നാണ് വേറെ ബ്രാഞ്ചസ് വരുന്നത്. നോക്കിക്കേ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് സ്പിനാച്ച് ആൻഡ് മസ്റ്റാർഡ് ഓൺ ദ അതർ ഹാൻഡ് there is a main root growing from the base of the stem. ആ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് മെയിൻ ആയിട്ട് ഒരു റൂട്ട് വളർന്നിരിക്കും. അതിൽ നിന്ന് പിന്നെ എന്ത് വരുന്നു, പല പല റൂട്ട്സ് വരുന്നുണ്ട്. ചെറിയ ചെറിയ വേറെ റൂട്ട്സിലെ ശാഖകൾ വളർന്നത് പോലെ ആ മെയിൻ റൂട്ടിൽ നിന്നാണ് പല റൂട്ട്സ് ഇങ്ങനെ പിന്നീട് വരുന്നത്.
The main root which grow vertically downward. ആ മെയിൻ ആയിട്ടുള്ള റൂട്ട് എന്ത് ചെയ്യുന്നു? ലംബമായിട്ട് താഴോട്ട് വളരുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നു. It has branching root coming out of it. എന്നിട്ട് ആ മെയിൻ റൂട്ടിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ ചില്ലകൾ പോലെ അല്ലെങ്കിൽ ശാഖകൾ പോലെ പല പല വേരുകൾ പൊട്ടിമുളയ്ക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള റൂട്ട് ഇപ്പൊ പറഞ്ഞു അല്ലേ? ടാപ്പ് റൂട്ട് പറഞ്ഞു, ഫൈബറസ് റൂട്ട് പറഞ്ഞു. ഫൈബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്രാസ് അതുപോലെ തുടങ്ങിയ സിറിയൽ പ്ലാന്റ്സിൽ നിന്ന് അല്ലേ? പ്ലാന്റ്സിനൊക്കെ എങ്ങനെയാണ്? കട്ടി കുറഞ്ഞ ഫൈബർ പോലെ നാരുകൾ പോലുള്ള റൂട്ടുകളാണ്. അത് എവിടെ നിന്നാണ്? ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ പല റൂട്ടുകൾ ഇങ്ങനെ പോയേക്കുവാണല്ലേ. പക്ഷെ എന്നാൽ ആ റൂട്ടിനെയാണ് നമ്മൾ ഫൈബറസ് റൂട്ട് എന്ന് വിളിച്ചത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ടാപ്പ് റൂട്ടാണ്. എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? മസ്റ്റാർഡ്, സ്പിനാച്ച് തുടങ്ങിയ പ്ലാന്റ്സിൽ എങ്ങനെയാണ്? മെയിൻ ആയിട്ടൊരു സ്റ്റെമ്മിൽ നിന്ന് മെയിൻ ഒരു റൂട്ട് വരുന്നു. ആ റൂട്ട് എന്താണ്? വെർട്ടിക്കലി ഡൗൺ ലംബമായിട്ട് താഴോട്ട് വളരുന്നു. ആ റൂട്ടിൽ നിന്നാണ് പിന്നെ എന്ത് വരുന്നത്? പല പല ശാഖകളായിട്ടുള്ള റൂട്ട് വളർന്നു വരുന്നത്. അപ്പൊ ടാപ്പ് റൂട്ട് എന്താണെന്ന് പഠിച്ചു, ഫൈബറസ് റൂട്ട് എന്താണെന്ന് സ്റ്റഡി ചെയ്തു. ഇനി നമുക്ക് ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട്. ഈ റൂട്ടിന് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ ബോഡിയിലെ പാർട്സ് ആണ് ഹാൻഡ്. അപ്പൊ ഹാൻഡിന് പല തരത്തിലുള്ള ഫംഗ്ഷൻസ് ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിന്റെ ഒരു പാർട്ടാണ് റൂട്ട്. അപ്പൊ ആ റൂട്ടിന് എന്തുണ്ട്? പലതരത്തിലുള്ള ഫംഗ്ഷൻസ്. ആ റൂട്ടും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പൊ റൂട്ടിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ കണ്ടോ? Did you find it difficult to pull out the plant in the previous activity? The roots spread out into the soil and hold a plant firmly to the ground, making it difficult to uproot it. Fixing the plant to the soil is a major function of the root. ഇപ്പോൾ റൂട്ടിന്റെ നമ്മളിപ്പോൾ ഒരു ചെടിയെ ചെന്നിങ്ങനെ പെട്ടെന്ന് വലിച്ചാല് അത് പിടിച്ചു വരുമോ? ഇല്ല. കാരണം എന്താണ്? അതിന്റെ ആ റൂട്ട് മണ്ണിലേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കുമായിരിക്കും. അപ്പൊ ആ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അതിന്റെ റൂട്ടാണ്, വേരാണ് അല്ലേ? വേര് ചെടി മണ്ണിൽ ഇങ്ങനെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെടിയെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഒരു ചെടിയെ, ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? റൂട്ട്, അതിന്റെ വേരാണ്. Fixing the plant to the soil is a major function of a root. ഒരു ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ് റൂട്ടിന്റെ എന്തെന്ന് പറയുന്നത്? ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തായിരുന്നു? ഫിക്സിംഗ് ദ പ്ലാന്റ് ടു ദ സോയിൽ ഈസ് എ മേജർ ഫംഗ്ഷൻ. അതായത് എന്താണ്? ഒരു ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ് ഒരു റൂട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ നോക്കിക്കേ. ദ റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഈ റൂട്ട് വേറെ എന്ത് ചെയ്യുന്നു? മണ്ണിൽ നിന്ന് എന്താണ്? മിനറൽസ്, ധാതുക്കളും വാട്ടറും ഒക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. The plant uses these to manufacture food and carry out life functions. ഇപ്പൊ എന്താണ്? ഈ റൂട്ട് ഇങ്ങനെ മണ്ണിൽ നിന്ന് അല്ലേ? മണ്ണിൽ പടർന്നു പിടിച്ചേക്കുമല്ലേ അതിന്റെ വേര്. അപ്പൊ ആ മണ്ണിൽ കിടക്കുന്ന വാട്ടറും വെള്ളവും മിനറൽസും ധാതുക്കളും എല്ലാം എന്ത് ചെയ്യുന്നു? ഈ റൂട്ട് ഇങ്ങനെ ശേഖരിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നു. ആ പ്ലാന്റ്സ് ഈ റൂട്ട് കൊണ്ട് കൊടുക്കുന്ന മിനറൽസും വാട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിന് വേണ്ടുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നു? അവിടെ ലൈഫ് ഫംഗ്ഷൻ അല്ലേ? ജീവിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്ലാന്റ്സ് അതെല്ലാം യൂസ് ചെയ്യുന്നു. So another major function of the root is to gather raw materials for the plant. പ്ലാന്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? റൂട്ടിന്റെ ഫംഗ്ഷൻ. അപ്പൊ റൂട്ട് ചെയ്യുന്ന ഒരു അടുത്ത ഫംഗ്ഷൻ ആണ് നമ്മുടെ പ്ലാന്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന ജലവും അതുപോലെ മിനറൽസ്, ധാതുക്കളും എല്ലാം പ്ലാന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആര് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്? റൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ത്? നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന മിനറൽസും വാട്ടറും അല്ലെ, റോ മെറ്റീരിയൽസ് എല്ലാം പ്ലാന്റിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്തോ പഠിച്ചത്? ഫിക്സിംഗ് ദ പ്ലാന്റ് ടു ദ സോയിൽ ഈസ് എ മേജർ ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട്. ഒരു ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്റിന്റെ ആദ്യത്തെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ എന്താ പഠിച്ചത്? അനദർ മേജർ ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട് ഈസ് ടു ഗ്യാദർ റോ മെറ്റീരിയൽ ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത റൂട്ടിന്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത തേർഡ് ഫംഗ്ഷൻ നോക്കിക്കേ. റൂട്ട് സെർവ് സ്റ്റിൽ അനദർ പർപ്പസ്. റൂട്ട് എന്ത് ചെയ്യുന്നു? വേറൊരു പർപ്പസും കൂടെ ചെയ്യുന്നു. ബൈ ഹോൾഡിംഗ് ഓൺ ടു ദ സോയിൽ they bring it together and stop it from being blown away the wind or washed away by the rain. This is why planting trees helps to protect the soil. നമ്മുടെ വേരുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പ്ലാന്റിനെ മണ്ണിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിനോടൊപ്പം തന്നെ അവിടുത്തെ
ചെയ്യുന്നുണ്ട്? ഈ റൂട്ട് സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മണ്ണൊലിപ്പ് തടയാനായിട്ട് മഴയോ വല്ല കാറ്റോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിനെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നത് തടയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മരങ്ങൾ നട്ടാൽ മതി നമ്മൾ പറയാറുണ്ട് അല്ലേ? മണ്ണൊലിപ്പ് തടയാൻ, മണ്ണിന്റെ ആ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണിങ്ങനെ ഒലിച്ചു പോകും. അപ്പൊ ആ ഒരു മണ്ണൊലിപ്പ് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മരങ്ങൾ നടാം. കാരണം ആ മരത്തിന്റെ റൂട്ട് എന്ത് ചെയ്യുന്നു? ഈ മണ്ണൊലിപ്പ് തടയുന്നതിനെ സംരക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ആ റൂട്ട് എന്ത് ചെയ്യുന്നു? ആ മണ്ണിനെ കൂടി, അത് നിൽക്കുന്ന സ്ഥലത്തെ മണ്ണിനെ കൂടി ആ റൂട്ട് സംരക്ഷിക്കും. ആ ചെടിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ മണ്ണിനെയും സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റൂട്ടിന്റെ പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? ഫിക്സിംഗ് ദ പ്ലാന്റ് ടു ദ സോയിൽ ഈസ് എ മേജർ ഫങ്ഷൻ ഓഫ് ദ റൂട്ട്. എന്താണ്? ഒരു ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ റൂട്ടിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? അനദർ മേജർ ഫങ്ഷൻ ഓഫ് ദ റൂട്ട് ഈസ് ടു ഗ്യാദർ റോ മെറ്റീരിയൽ ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ റൂട്ടാണ്. തേർഡ് ഫങ്ഷൻ എന്തോ നമ്മൾ പറഞ്ഞത്? നമ്മുടെ പ്രൊട്ടക്ട് സോയിൽ അല്ലേ? നമ്മുടെ ഈ റൂട്ട് എന്ത് ചെയ്യുന്നു? മണ്ണിനെയും സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ ആദ്യം പഠിച്ച പാർട്ട് ഏതാ? റൂട്ട്. റൂട്ട് എത്ര ടൈപ്പ് ഉണ്ട്? 2. ടാപ്പ് റൂട്ട് ഉണ്ട്, ഫൈബറസ് റൂട്ട് ഉണ്ട്. ഫൈബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ ഗ്രാസ് അതുപോലുള്ള സിറിയൽ പ്ലാന്റ്സിൽ ഏതൊക്കെയാണ്? വീറ്റ്, മൈസ് തുടങ്ങിയ ധാന്യ ചെടികളുടെ എല്ലാം വേര് എങ്ങനെയുള്ളതാണ്? കട്ടി കുറഞ്ഞതും നാല് പോലെയുള്ള വേരുകളാണ്. അത് സ്റ്റെമ്മിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ആ റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ പല പല റൂട്ട് എല്ലാം സ്റ്റെമ്മിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള റൂട്ടാണ് നമ്മൾ ഫൈബറസ് റൂട്ട് പറഞ്ഞത്. എങ്കിൽ നമ്മൾ ടാപ്പ് റൂട്ട് എന്തോ പറഞ്ഞത്? ഒരു നമ്മുടെ സ്പിനാച്ച്, മസ്റ്റാർഡ് പോലുള്ള സസ്യങ്ങൾക്ക് സ്റ്റെമ്മിൽ നിന്ന് മെയിൻ ആയിട്ട് ഒരു റൂട്ട് ഇങ്ങനെ താഴേക്ക് വളർന്നിരിക്കും. ആ റൂട്ടിൽ നിന്നാണ് പിന്നെ പലതരത്തിലുള്ള ശാഖകൾ പോലെ റൂട്ടുകൾ വളർന്നു വരുന്നത്. അത്തരത്തിലുള്ള റൂട്ടിനാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് വിളിച്ചത്. പിന്നെ നമ്മൾ റൂട്ടിന്റെ 3 ഫംഗ്ഷനും പഠിച്ചു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. സം റൂട്ട് സ്റ്റോർ ഫുഡ്. ചില റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേരുകൾ ഫുഡും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? നോക്കിക്കേ. ദ റൂട്ട്സ് ഓഫ് സം പ്ലാന്റ്സ് ആർ മോഡിഫൈഡ് ഓർ ലുക്ക് ഡിഫറെന്റ് ഫ്രം ഓർഡിനറി റൂട്ട്സ്. These modifications occur to help the root to serve additional functions. ചില പ്ലാന്റിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ, വേരുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മറ്റ് സാധാരണ റൂട്ടുകളിൽ നിന്നല്ലേ മോഡിഫൈഡ് ആയിട്ടുള്ള റൂട്ടുകളായിരിക്കും. അവ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. A carrot, radish or turnip is a modified tap root. അപ്പോൾ മോഡിഫൈഡ് ടാപ്പ് റൂട്ടിന് എക്സാമ്പിൾ വെച്ച് നമുക്ക് ക്യാരറ്റ്, റാഡിഷ്, പിന്നെ എന്താണ് ടേണിപ്പ് ഒക്കെ നമുക്ക് പറയാം. In these plants the tap root gets swollen with the stored food. അപ്പം ഈ റൂട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു റൂട്ട് എന്ത് ചെയ്ത് വരുന്നു? വീങ്ങി വീങ്ങി വീർത്ത് വലുതായിട്ട് വരുന്നു. The plant store food in the root to use it when it needs to do so. അപ്പോൾ എന്താണ്? പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഈ റൂട്ടിൽ. ഇതിന്റെയൊക്കെ റൂട്ടിൽ ആ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എപ്പോൾ ആവശ്യം വന്നാലും എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ റൂട്ടിൽ ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് ആ റൂട്ട് എന്ത് ചെയ്യുന്നു? വീർത്ത് വീർത്ത് വലുതായിട്ട് ഇങ്ങനെ വരും. നോക്കിക്കേ. സം fibrous root also get modified to store food. For example, dahlia and sweet potato. We eat many food storing roots. അപ്പോൾ അതുപോലെ നമ്മൾ ടാപ്പ് റൂട്ട്, അതായത് നമ്മൾ പറഞ്ഞ ക്യാരറ്റ്, റാഡിഷ്, ടേണിപ്പ് തുടങ്ങിയ ടാപ്പ് റൂട്ട് അല്ലേ? അത്തരത്തിലുള്ള ടാപ്പ് റൂട്ട് പോലുള്ള വേരുകൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് ഇങ്ങനെ ഫുഡ് ശേഖരിച്ച് വെക്കുന്നു. ഫുഡ് ശേഖരിക്കുന്നതിനനുസരിച്ച് ആ റൂട്ട് ഇങ്ങനെ വലുതായി വലുതായി വരുന്നു. അതുപോലെ ഫൈബറസ് റൂട്ടായ ഏതൊക്കെയാണ്? ഡാലിയ, സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള ചെടികളിലും അതിന്റെ റൂട്ടിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പ്ലാന്റ് ഫുഡ് സ്റ്റോർ ചെയ്തു. അപ്പൊ പല എന്താണ് ഫുഡ് സ്റ്റോറിംഗ് റൂട്ട് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ക്യാരറ്റ് പറയാം, ഈ റാഡിഷ്, അതുപോലെ തന്നെ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ഇതെല്ലാം എന്താണ്? അതിന്റെ പേരിൽ ഇങ്ങനെ ഫുഡ് ശേഖരിച്ച് വെക്കുവാണ്. അതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഓക്കെ, ഇനി സം റൂട്ട്സ് പ്രൊവൈഡ് എക്സ്ട്രാ സപ്പോർട്ട്. ചില റൂട്ട്സ് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Have you ever noticed the rope-like growth hanging from the branches of a banyan tree? Some of these reach the soil and grow into it. These rope-like growths are called rope roots. എന്താണ്? നമ്മൾ banyan tree ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ആൺവൃക്ഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ മെയിൻ ഒരു റൂട്ടിൽ നിന്ന് പോയിട്ട്
എന്താണ് വലിയ ശാഖയോടുകൂടി വളരുവാണ് ഈ ആൽമരം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ വീണ്ടും കുറേ വേരുകൾ ഇങ്ങനെ ആ ചെടിയിൽ നിന്ന് തന്നെ ആ മരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ താഴോട്ട് വളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ പല ആ അത്തരത്തിലുള്ള വേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്രോപ്പ് റൂട്ട്. എന്താ ടീച്ചർ പറഞ്ഞത്? ആ ബനിയൻ ട്രീയിൽ ചില ട്രീസ് ആ ട്രീസിൽ നിന്ന് തന്നെ വീണ്ടും പല തരത്തിലുള്ള അതിന്റെ മുകളിൽ നിന്ന് വേരുകൾ ഇറങ്ങുന്നുണ്ട്. അത് മണ്ണിൽ വന്ന് തട്ടുകയും ചെയ്യുന്നുണ്ട്. ദീസ് റോപ്പ് ലൈക്ക് ഗ്രോത്ത് ആർ കാൾഡ്. അത്തരത്തിലുള്ള റോപ്പ് ലൈക്ക് ഗ്രോത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്രോപ്പ് റൂട്ട് എന്നാണ് വിളിക്കുന്നത്. ടു പ്രോപ്പ് അപ്പ് സംതിങ് ഈസ് ടു സപ്പോർട്ട് ഇറ്റ്. അപ്പൊ ഈ പ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അർത്ഥം എന്താ? എന്തിനെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അതിന് പ്രോപ്പ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ നമ്മൾ പിന്തുണയ്ക്കുക എന്നാണ്. Crop root provide support to the spreading branches of a tree. അപ്പോൾ എന്താണ് ആ ഒരു ട്രീയുടെ മരത്തിന്റെ സ്പ്രെഡ് ചെയ്യുന്ന ബ്രാഞ്ചസിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ആരായിരിക്കും? ഈ ക്രോപ്പ് റൂട്ട് ആയിരിക്കും. The Indian Botanical Garden near Kolkata is famous for a huge banyan tree that has more than 9,000 crop root. അപ്പോൾ 9,000 crop root ഉള്ള ഒരു ബനിയൻ ട്രീ എവിടെ ഉണ്ട്? ഒരു ഹ്യൂജ് ബനിയൻ ട്രീക്ക് ഫേമസ് ആണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കർണാടക കൊൽക്കത്തയിലുള്ള നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത്തരത്തിലുള്ള 9,000 ക്രോപ്പ് റൂട്ട്സ് ഉള്ള ഹ്യൂജ് ബനിയൻ ട്രീക്ക് ഫേമസ് ആണ് നമ്മുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അടുത്ത നോക്കിക്കേ. When maize, sugarcane or sugarcane plants grow tall, the lower part of the stem produces root called stilt root. എന്താണ്? stilt root. എന്താണ് നമ്മുടെ മൈസ്, ഷുഗർ കെയിൻ, സ്ക്രൂപെയിൻ അതുപോലെ തന്നെ തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം കുറച്ച് വലുതായിട്ട് വളരുന്നുണ്ട് അല്ലേ? ഗ്രോത്ത് ആർ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റെം പ്രൊഡ്യൂസസ് റൂട്ട്സ്. അപ്പൊ അത് വലിയ രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ആ സ്റ്റെമ്മിന്റെ ലോവർ പാർട്ടിൽ നിന്ന് കുറച്ച് വേരുകൾ വളരാറുണ്ട്. അത്തരത്തിലുള്ള വേരിനെയാണ് നമ്മൾ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് വിളിക്കുന്നത്. These roots support the plant and prevent it from tickling in one side. അപ്പൊ എന്താണ് ആ ഒരു എന്താണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ് ഒരു വശത്തേക്ക് ചരിയുന്നതിൽ നിന്ന് ഇപ്പൊ വളർന്നു പോകുമ്പോൾ ചിലപ്പോൾ മരങ്ങൾ എന്ത് ചെയ്യും? ചരിഞ്ഞു പോകുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ മരങ്ങൾ വളരും തോറും ചരിയാതെ സഹായിക്കുന്നത് ആരാണ്? ഈ സ്റ്റിൽറ്റ് റൂട്ട് ആണ്. പ്ലാന്റ്സ് ലൈക്ക് ബീറ്റൽ ആൻഡ് മണി പ്ലാന്റ് പ്രൊഡ്യൂസസ് ക്ലൈംബിംഗ് റൂട്ട്സ്. അടുത്ത എന്താണ്? ക്ലൈംബിംഗ് റൂട്ട്സ്. എന്താണ് ക്ലൈംബിംഗ് റൂട്ട്സ്? ക്ലൈംബിംഗ് റൂട്ട്സിന് എക്സാമ്പിൾ നമുക്ക് മണി പ്ലാന്റ് വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണി പ്ലാന്റ് നമ്മളൊരു മരത്തിലോ ഒരു ഭിത്തിയിലോ ഒക്കെ ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ അത് വളർന്നതിനനുസരിച്ച് അതിന് ചെറിയ ചെറിയ റൂട്ടുകൾ വരും ഇല്ലേ? ഭിത്തിയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ചെറിയ റൂട്ടുകൾ വളരാറുണ്ട്. അപ്പൊ ആ റൂട്ടാണ് ഇതിന് വളർന്നു പോകാനായിട്ട് സഹായിക്കുന്നത്. ഈ ഒരു ക്ലൈംബിംഗ് റൂട്ട്സ് ആണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു? പ്ലാന്റ്സ് ലൈക്ക് ബീറ്റൽ ആൻഡ് മണി പ്ലാന്റ് പ്രൊഡ്യൂസ് ക്ലൈംബിംഗ് റൂട്ട് വിച്ച് ഹോൾഡ് ഫേം ടു എ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലൈംബ്. അപ്പൊ ഈ ഒരു ക്ലൈംബിംഗ് റൂട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്ലാന്റിന് ഇങ്ങനെ വളർന്നു പോകാൻ സഹായിക്കുന്ന രീതിയിൽ ആരാണ്? ഈ നമ്മുടെ ക്ലൈംബിംഗ് റൂട്ട്സ് ആണ് സഹായിക്കുന്നത്. അപ്പൊ നമ്മള് പ്ലാന്റിന്റെ ഒരു പാർട്ടായ റൂട്ട് നമ്മൾ പഠിച്ചു. റൂട്ടിന്റെ ഫംഗ്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യും. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്ലാന്റിന്റെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെം ഇല്ലേ? തണ്ടെന്ന് പറയുന്നത് ഒരു സസ്യത്തിന്റെ ഒരു പ്ലാന്റിന്റെ പാർട്ടാണ്. അപ്പൊ നമുക്കിനി ആ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ അത് നമ്മൾ പറയുന്നത് നോട്ടീസ് ദ പോയിന്റ് ഫ്രം വെയർ ദ ലീവ്സ് ഗ്രോ, ദീസ് ആർ കാൾഡ് ദ നോഡ്സ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പ്ലാന്റ് ഒരു പ്ലാന്റിന്റെ തണ്ട് ഇങ്ങനെ പോയേക്കുവാണ് അല്ലേ? ഇത് റൂട്ട്. അപ്പൊ ഈ പ്ലാന്റിന്റെ ഇവിടെ നിന്ന് ഇപ്പൊ ഒരില പൊട്ടിമുളച്ച് വരുന്നു. ഓക്കെ, ഒരില പൊട്ടിമുളച്ച് വരുന്നു. അപ്പൊ ആ ഇല പൊട്ടിമുളച്ച് വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ടീച്ചർ പറഞ്ഞത്? These are called, അതായത് where the leaves grow, the point from where the leaves grow. ഏത് പോയിന്റിലും തണ്ടിന്റെ ഇത് തണ്ടാണ്, സ്റ്റെം ആണിത്. ഈ സ്റ്റെമ്മിന്റെ ഏത് പോയിന്റിൽ നിന്നാണോ പുതിയ ഇല ഇങ്ങനെ വരാൻ തുടങ്ങുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ. And the portion of the stem between any two nodes is called an internode. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഇല പൊട്ടിമുളച്ച് വന്നു, ഇവിടുന്ന് പുതിയ ഇല ഇങ്ങനെ വളർന്നു വരുന്നു. അപ്പൊ ഈ ഒരു നോഡിനും ഇവിടുന്ന് പുതിയ ഇല വന്നേ. അപ്പൊ ഈ രണ്ട് സ്റ്റെമ്മിന്റെ ഈ രണ്ട് ഭാഗത്ത് നിന്നും പുതിയ ഇലകൾ പൊട്ടിമുളച്ചത്. അപ്പൊ ഈ പോയിന്റിനെ നമ്മൾ നോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇല പൊട്ടിമുളച്ച് വരുന്ന സ്റ്റെമ്മിന്റെ പുതിയ ഭാഗത്ത് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് നോട്ട്സിന് ഇടയിലുള്ള സ്റ്റെമ്മിന്റെ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർ നോഡ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു?
ഇന്റർനോഡ്. അതായത് രണ്ട് നോഡ്സിന് ഇടയിലുള്ള സെമ്മിന്റെ ആ പോർഷനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് വിളിക്കുന്നത്. The smaller angle between the stalk of a leaf and the stem is called axil. അടുത്ത നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടുന്ന് ഒരു ഇല ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നു. അപ്പൊ ഈ ഇലയുടെ ഈ തണ്ടുണ്ടല്ലോ, ആ തണ്ടിനും നമ്മുടെ സ്റ്റെമ്മിന്റെ ഇടയിലുള്ള ചെറിയ ആ ഒരു കോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിൽ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? ആക്സിൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ആക്സിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഇലയുടെ തണ്ടിനും നമ്മുടെ സ്റ്റെമ്മിനും ഇടയിലുള്ള ആ ഒരു ചെറിയ കോണിനെയാണ് നമ്മൾ ആക്സിൽ എന്ന് വിളിക്കുന്നത്. ഇത് ഇലയുടെ തണ്ട് ഇങ്ങനെ പോയേക്കുന്നു, ഇത് സ്റ്റെം. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള കോണിനെയാണ്, ചെറിയ കോണിനെയാണ് നമ്മൾ ആക്സിൽ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, if you look carefully you will notice buds at the axil which are called axillary buds. ഇനി നമ്മൾ നോക്കാമെങ്കിൽ ഇതാ ഇവിടുന്ന് ഈ ഇല ഇപ്പൊ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് ചെറിയ മുകുളങ്ങൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരാറുണ്ട് അടുത്ത, അല്ലേ? അപ്പൊ ഈ മുകുളങ്ങളെയാണ്, പൊട്ടിമുളച്ച് വരുന്ന മുകുളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിലറി ബഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? ആക്സിലറി ബഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇങ്ങനെ ഇലയുടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന പുതിയ ബഡ്സിനെയാണ്, മുകുളങ്ങളെയാണ് നമ്മൾ ആക്സിലറി ബഡ്സ് എന്ന് വിളിക്കുന്നത്. You may also notice buds at the tip of the stem or its branches. These are called apical buds. ഇനി എന്താണ്? ഈ ഒരു സ്റ്റെമ്മിന്റെ ഏറ്റവും മുകളിൽ നിന്ന് പുതിയ മുകുളങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ആ മുകുളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പിക്കൽ ബഡ്സ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? അപ്പിക്കൽ ബഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കിക്കേ, branches and leaves grow out of these two. അപ്പൊ ഇതിൽ നിന്നാണ് ഇത് പുതിയ ബ്രാഞ്ചസും ഇലകളും ഒക്കെ വരുന്നത് ഈ ഒരു അപ്പിക്കൽ ബഡ്സിൽ നിന്നാണ്. നോക്കിക്കേ, buds that grow into flowers are called floral buds. അപ്പൊ എന്താണ്? ഈ മുകുളങ്ങൾ വളർന്ന് ഫ്ലവറായി മാറുന്നതിനെ നമ്മൾ ഫ്ലോറൽ ബഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ പല മുകുളങ്ങളും വളർന്ന് എന്ത് ചെയ്യുന്നു? പുതിയ പൂവായിട്ട് വളരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്ലോറൽ ബഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെം എടുത്താൽ അത് ഏതൊക്കെ പാർട്സ് ഉണ്ട്? നോഡ് ഉണ്ട്, ഇന്റർനോഡ് ഉണ്ട്, ആക്സിലറി ബഡ്സ് ഉണ്ട്, ആക്സിൽ ഉണ്ട്, അപ്പിക്കൽ ബഡ്സ് ഉണ്ട്, ഫ്ലോറൽ ബഡ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ സ്റ്റെമ്മിന്റെ പലതരത്തിലുള്ള പാർട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? The stem hold the plant upright and support the branches. In big trees, the main stem or trunk grows thick and strong. Such trunk have a hard protective covering called bark. എന്താണ്? bark. അതായത് ടീച്ചർ പറഞ്ഞത് നമ്മളൊരു തണ്ട് ഒരു ചെടിയെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നു, അല്ലേ? അതിനെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ തണ്ടുകളെ, അതിന്റെ ശാഖകളെ എല്ലാം എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുകയും ചെയ്യുന്നത് ആരാണ്? ഒരു മരത്തിന്റെ സ്റ്റെമ്മാണ്, ഒരു ട്രീയുടെ സ്റ്റെമ്മാണ് ആ ചെടിയെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും അതിന്റെ ശാഖകളെ താങ്ങി നിർത്തുന്നതും എല്ലാം ആരാണ്? സ്റ്റെമ്മാണ്. ഓക്കെ, വലിയ മരങ്ങളിൽ ഈ പ്രധാനപ്പെട്ട സ്റ്റെമ്മിന് എന്തായിരിക്കും? വലിയ കട്ടിയുള്ളതായിരിക്കും, അല്ലേ? ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഈ മരങ്ങളിൽ അതിന്റെ ആ ഒരു സ്റ്റെം എന്ന് പറയുമ്പോൾ മാവൊക്കെ എടുക്കാമെങ്കിൽ അതിന്റെ തണ്ട് നമ്മൾ കാണാറില്ല, അതൊക്കെ എന്താ? കട്ടി കൂടിയ തടിയായിരിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് കാൾഡ് ബാർക്ക്. ആ ഒരു തണ്ടിനെല്ലാം എന്താണ്? ഒരു പുറംതൊലി കാണും, അല്ലേ? ഒരു ബാർക്ക് കാണും, ഒരു പുറംതൊലി കാണും. ആ ഒരു ട്രീയെ അല്ലെങ്കിൽ ആ സ്റ്റെമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിന് പുറംതൊലി കാണും, അതിനാണ് നമ്മൾ ബാർക്ക് എന്ന് വിളിക്കുന്നത്. അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ നോക്കിക്കേ, ദ സ്റ്റെം ബെയർ ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പം എന്തൊക്കെയാണ്? ഒരു നമ്മുടെ സ്റ്റെം തണ്ട് എന്തിനെയൊക്കെ വഹിക്കുന്നു? ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ട്, ബ്രാഞ്ച്, ഇതിനെല്ലാം വഹിക്കുന്ന ആരാണ്? നമ്മുടെ സ്റ്റെമ്മാണ്. It spread these organs out in all directions so that they function efficiently. For instance, it helps to spread out the branches and leaves so that the leaves get the maximum possible sunlight. അപ്പോൾ ഇത് നമ്മുടെ തണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം താങ്ങി നിർത്തുകയും, അല്ലേ, പല ഡയറക്ഷനിലോട്ട് ഇതിനെല്ലാം വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീവ്സിനെല്ലാം, ഒരു ട്രീയുടെ ലീവ്സിനെല്ലാം മാക്സിമം സൺലൈറ്റ് കിട്ടാൻ ഈ ഒരു രീതി സഹായിക്കുന്നുണ്ട്. അടുത്ത ഫംഗ്ഷൻ കണ്ടോ, ഇൻസൈഡ് ദ സ്റ്റെം there are two sets of pipeline. ഒരു സ്റ്റെമ്മിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് പൈപ്പ്ലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. One conduct water and minerals from the root to the leaves. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പൈപ്പ്ലൈൻ എന്ത് ചെയ്യുന്നു? സ്റ്റെമ്മിന്റെ അകത്തുള്ള റൂട്ട് എടുക്കുന്ന, മണ്ണിൽ നിന്ന് എടുക്കുന്ന ജലവും ലവണവും എല്ലാം പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഒരു ടൈപ്പിൽ സ്റ്റെമ്മിനകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് പൈപ്പ്ലൈൻ എന്ത് ചെയ്യുന്നു? വേര് കൊണ്ടുവരുന്ന ജലവും ലവണവും ചെടികളിലേക്ക് എത്തിക്കുന്നു.
The other carry food from the leaves to the rest of the body of the plant. മറ്റേ ടൈപ്പ് ഓഫ് പൈപ്പ് ലൈൻ എന്ത് ചെയ്യുന്നു? ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡ് ബാക്കി നമ്മുടെ ചെടിയുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നത് മറ്റേ തരത്തിലുള്ള പൈപ്പ് ലൈൻ ആണ്. അപ്പോൾ ഒരു സ്റ്റെമ്മിന്റെ അകത്ത് രണ്ട് തരത്തിലുള്ള പൈപ്പ് ലൈൻ ഉണ്ട്. ഒന്ന് എന്താ ചെയ്യുന്നത്? നമ്മുടെ റൂട്ട് എടുക്കുന്ന മണ്ണിൽ നിന്ന് എടുക്കുന്ന ജലവും ലവണങ്ങളും പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് പൈപ്പ് ലൈൻ ആണ്. മറ്റേ പൈപ്പ് ലൈൻ എന്തുവാ ചെയ്യുന്നത്? പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ ചെടിയുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നത് അനദർ ടൈപ്പ് ഓഫ് പൈപ്പ് ലൈൻ ആണ്. കണ്ടക്ഷൻ ഓഫ് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റെം. അപ്പോൾ സ്റ്റെമ്മിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റെമ്മിന്റെ ഒരു അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റെം വിച്ച് സ്റ്റോർ ഫുഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ റൂട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സ്റ്റെമ്മും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ജസ്റ്റ് ലൈക്ക് റൂട്ട് സം സ്റ്റെംസ് ആർ ആൾസോ മോഡിഫൈഡ് ടു പെർഫോം സ്പെഷ്യൽ ഫങ്ഷൻസ്. അപ്പൊ റൂട്ട് മോഡിഫൈ ചെയ്ത് പല ഫംഗ്ഷനും ചെയ്യുന്നത് കണക്കാണ് നമ്മുടെ സ്റ്റെമ്മും പല ഫംഗ്ഷനും ചെയ്യാറുണ്ട്. For example, potatoes and onions are stem modified to store food, so are turmeric and collocation. അപ്പോൾ എന്താണ് നമ്മുടെ പൊട്ടറ്റോ അതുപോലെ തന്നെ ഒനിയൻ ഇതിന്റെ എല്ലാം സ്റ്റെം എന്ത് ചെയ്യുന്നു? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റെംസ് ദാറ്റ് ഗീവ് സപ്പോർട്ട്. നീ സപ്പോർട്ട് കൊടുക്കുന്ന സ്റ്റെം ഉണ്ട്. പല പ്ലാന്റിനെയും അതിന്റെ വളർച്ചയ്ക്ക് സ്റ്റെം സപ്പോർട്ട് ചെയ്യുന്നു. The stem of climbers are modified into thread-like coiled growth called tendrils. എന്താണ്? tendrils. അപ്പോൾ എന്താ tendrils എന്ന് വെച്ചാൽ these tendrils twine around any support close by and help the weak stem climb up. Plants of the ground family and garden plants like the passion flower climb this away. Farmers and gardeners often provide support for such plants to climb up. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാവല് അങ്ങനെ പടർത്തി വളർത്തുന്ന സസ്യങ്ങളുണ്ടല്ലോ, അവയൊക്കെ നോക്കാമെങ്കിൽ അവയ്ക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റെമ്പ് കൂടാതെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സ്റ്റെമ്പ് കാണും ഇല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു കയറിലാണ് കിടക്കുന്നെങ്കിൽ അതിനെ ആ കയറിൽ പിടിച്ചു കയറി വളരാൻ സഹായിക്കുന്നത് ഈ മറ്റേ സ്റ്റെമ്മായിരിക്കും. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ആ സ്റ്റെമ്മായിരിക്കും അതിനെ കയറിൽ അതിനെ പിടിച്ചു നിർത്തുന്നത്. ആ ഒരു ചെടിയെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു എന്താണ്? ടെൻഡ്രിൽസ്. ആ ഒരു ത്രെഡിലായിരിക്കും, അതായത് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ആ ഒരു തണ്ടായിരിക്കും ആ ഒരു പ്ലാന്റിനെ വളരാൻ സഹായിക്കുന്നത്. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ വളർന്നു കയറുന്ന വളർന്ന ചെടികളാണെങ്കിൽ അതിനൊക്കെ എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സ്റ്റെമ്മും കൂടി തണ്ടും കൂടി കാണാറുണ്ട്. അപ്പൊ അവ ആ തണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്താ എല്ലാത്തിലും ഇങ്ങനെ വളർന്ന് പോകുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റെമ്മിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തോ ബേസിക് സയൻസിൽ പഠിച്ചത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇല്ലേ? പൂക്കുന്ന ചെടികളെ കുറിച്ച്. അപ്പൊ അതിൽ നമ്മൾ ഒരു പലതരത്തിലുള്ള പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഷബ്സ്, ഹെർബ്സ്, ട്രീസ്. പിന്നെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പ്ലാന്റിന്റെ പാർട്സ്. അപ്പൊ എന്താണ്? ഒരു പ്ലാന്റിന്റെ എബോ മുകളിലോട്ടുള്ള ഒരു ഗ്രൗണ്ടിന് മുകളിലോട്ടുള്ള പാർട്സിനെ നമ്മൾ എന്തോ പറയും? ഷൂട്ട് എന്ന് പറയും. ഗ്രൗണ്ടിന് താഴെയുള്ള പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ റൂട്ട് എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ എന്താണ്? നമ്മൾ പാർട്സ് ഓഫ് പ്ലാന്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ റൂട്ട് നമ്മൾ പഠിച്ചു, റൂട്ടിന്റെ ഫംഗ്ഷൻ പഠിച്ചു, അതുപോലെ നമ്മൾ സ്റ്റെം പഠിച്ചു, സ്റ്റെമ്മിന്റെ ഫംഗ്ഷനും സ്റ്റഡി ചെയ്തു. പിന്നെ ഇത്രയും മതി. ഇപ്പൊ ഇന്ന് പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇന്ന് പഠിച്ച ഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇവിടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങളെല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കണം. നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് GK സ്റ്റഡി ചെയ്താലോ? സ്റ്റഡി ചെയ്യാം. GK നമ്മൾ എക്സാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ 22 ബ്രാഞ്ചസ് ഓഫ് സയൻസ്. ഇതാണ് സയൻസിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് അല്ലേ? സയൻസിന് ശാസ്ത്രത്തിന് പലതരത്തിലുള്ള എന്തുണ്ട്? ശാഖകൾ ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് അഗൈൻസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അത് ഏത് സയൻസിന്റെ ഏത് ബ്രാഞ്ചാണ് അതിന്റെ പേര് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടെക്സ്റ്റിൽ പേജ് നമ്പർ 46. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? സ്റ്റഡി ഓഫ് സൗണ്ട്. സൗണ്ടിനെ കുറിച്ചുള്ള പഠനം. അതിനെ നമ്മൾ എന്തോ പറയും? അതിന്റെ ആ ബ്രാഞ്ചിന്റെ ശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? അക്വാസ്റ്റിക്സ്. എന്ത് പറയും നമ്മള്? അക്വാസ്റ്റിക്സ്.
അക്വാസ്റ്റിക്സ് അല്ലേ? ശബ്ദ ശാസ്ത്രം നമുക്ക് പറയാം അക്വാസ്റ്റിക്സ്. അപ്പം സ്റ്റഡി ഓഫ് സൗണ്ടിനാണ് നമ്മൾ അക്വാസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് സ്റ്റഡി ഓഫ് നാവിഗേഷൻ ത്രൂ എയർ ഓർ സ്പേസ്. അതായത് നമ്മുടെ സ്പേസിലോ വായുവിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ബഹിരാകാശത്തിലൂടെയുള്ള ആ ഒരു എന്താണ് നാവിഗേഷനെ ആ സ്റ്റഡി നാവിഗേഷന്റെ ആ പഠനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എയറോനറ്റിക്സ്. എന്തെന്ന് പറയും? എയറോനറ്റിക്സ്. AERONAUTICS. എയറോനറ്റിക്സ് എന്നാണ് ആ ഒരു പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയറോനറ്റിക്സ്. അടുത്ത നോക്കിക്കേ, സ്റ്റഡി ഓഫ് സ്പൈഡർ. സ്പൈഡറിനെ കുറിച്ചുള്ള ചിലന്തികളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ എന്തുവാ പറയുന്നത്? അർക്കനോളജി. നമ്മൾ എന്ത് വിളിക്കും? അർക്കനോളജി. ARKCHNOLOGY. അർക്കനോളജി. അപ്പൊ നമ്മള് സ്റ്റഡി ഓഫ് സൗണ്ടിനെ നമ്മൾ അക്വാസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ സ്റ്റഡി ഓഫ് നാവിഗേഷൻ ത്രൂ എയറോ സ്പേസ്. എയറിലോ സ്പേസിലൂടെയുള്ള നാവിഗേഷന്റെ സ്റ്റഡിയെ നമ്മൾ എയറോനറ്റിക്സ് എന്ന് വിളിച്ചു. സ്റ്റഡി ഓഫ് സ്പൈഡറിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ആർക്കനോളജി എന്ന് വിളിച്ചു. നെക്സ്റ്റ് കണ്ടോ, സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആകാശഗോളങ്ങൾ. അപ്പൊ ഈ ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആസ്ട്രോണമി. ഇതാണ് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി. ആസ്ട്രോണമി. ഓക്കെ, ജ്യോതിശാസ്ത്രം. ഇനി അടുത്ത കണ്ടോ, സ്റ്റഡി ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ? ഗ്രാവിറ്റേഷനെ കുറിച്ചുള്ള പഠനം അല്ലേ? എന്താണ്? ഗുരുത്വാകർഷണത്തെ കുറിച്ചുള്ള പഠനം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബാരോളജി. എന്താ വിളിക്കുന്നത് നമ്മള്? ബാരോളജി. BAROLOGY. ബാരോളജി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സ്റ്റഡി ഓഫ് ഗ്രാവിറ്റേഷൻ. ഗുരുത്വാകർഷണത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ബാരോളജി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കണ്ടോ, സ്റ്റഡി ഓഫ് പ്ലാന്റ്. പ്ലാന്റിനെ കുറിച്ചുള്ള പഠനം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബോട്ടണി എന്ന് വിളിക്കും നമ്മള്. ബോട്ടണി. BOTANY. ബോട്ടണി. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ്. പഴങ്ങളെ കുറിച്ചുള്ള പഠനം. അതിനെ നമ്മൾ പോമോളജി എന്നാണ് പറയുന്നത്. ടെക്സ്റ്റിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് എഴുതാം. പോമോളജി. ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് കാപ്പോളജി എന്നാണ്. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്താക്കണം? പോമോളജി എന്ന് ആക്കണം. അപ്പൊ സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സിൽ നമ്മൾ എന്തോ പറയുന്നത്? പോമോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട, സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം. അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോസ്മോളജി. എന്താ വിളിക്കുന്നത് നമ്മള്? കോസ്മോളജി. ഓക്കെ, അടുത്ത കണ്ടോ, 9th one, സ്റ്റഡി ഓഫ് കോഡ്. ഇപ്പൊ കോഡ് പഠിക്കാൻ നമ്മൾ പരസ്യം കാണുന്നില്ലേ? സ്റ്റഡി ഓഫ് കോഡ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോളജി. എന്താ നമ്മൾ വിളിക്കുന്നത്? ക്രിപ്റ്റോളജി. CRYPTOLOGY. ക്രിപ്റ്റോളജി. ഓക്കെ, ഇപ്പൊ കോഡിനെ കുറിച്ചുള്ള പഠനം എന്താ? സ്റ്റഡി ഓഫ് കോഡ്സ് നമ്മൾ എന്ത് പറയും? ക്രിപ്റ്റോളജി എന്ന് വിളിക്കും. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ലിവിംഗ് സെൽ അല്ലേ? ജീവനുള്ള കോശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ ആ പഠനത്തെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയും. എന്ത് പറയും? സൈറ്റോളജി. CYTOLOGY. സൈറ്റോളജി. നെക്സ്റ്റ് വൺ കണ്ടോ, സ്റ്റഡി ഓഫ് ഫിംഗർ പ്രിന്റ്. വിരലടയാളത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡാക്റ്റിലോഗ്രാഫി. നമ്മൾ എന്ത് വിളിക്കും? ഡാക്റ്റിലോഗ്രാഫി. DACTILOGRAPHY. ഡാക്റ്റിലോഗ്രാഫി എന്നാണ് നമ്മൾ അതിനെ DACTILOGRAPHY. ഡാക്റ്റിലോഗ്രാഫി എന്നാണ്. വിരലടയാളത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാക്റ്റിലോഗ്രാഫി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റഡി ഓഫ് എർത്ത് ക്രസ്റ്റ് അല്ലേ? ഭൂമിയുടെ പുറത്തോടിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തോ വിളിക്കുന്നത്? ജിയോളജി. നമ്മൾ എന്തോ വിളിക്കുന്നത്? ജിയോളജി. GEOLOGY. ജിയോളജി. ഓക്കെ, അടുത്തത് സ്റ്റഡി ഓഫ് ഗ്രാസസ്. പുല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ പഠനത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗാർമിനോളജി എന്ന് വിളിക്കുന്നത് നമ്മള്. ഗാർമിനോളജി. GRAMINOLOGY. ഗാർമിനോളജി. നെക്സ്റ്റ് വൺ, സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലേ? രക്തത്തെ കുറിച്ചുള്ള പഠനം. നമ്മൾ എന്ത് പറയും? സ്റ്റഡി ഓഫ് ബ്ലഡ്.
ഹെമറ്റോളജി എന്ന് പറയുന്നത് നമ്മള് ഹെമറ്റോളജി. സ്പെല്ലിംഗ് എന്താ നോക്കേ? HAEMATOLOGY, ഹെമറ്റോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ലൈറ്റ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ്. എന്താണ്? ഒപ്റ്റിക്സ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ വിളിക്കുന്ന പേര് ഒപ്റ്റിക്സ്. OPTICS, ഒപ്റ്റിക്സ്. നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ബേർഡ്സ്, പക്ഷികളെ കുറിച്ചുള്ള പഠനം. എന്തുവാ? ഓർണിത്തോളജി. എന്താണ്? ഓർണിത്തോളജി. ORNITHOLOGY, ഓർണിത്തോളജി. ഓക്കെ, അടുത്ത നോക്കിയാലോ നമുക്ക്. നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ഡിസീസസ്, ഇല്ലേ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. അങ്ങനെ നമ്മൾ എന്തെന്ന് പറയും? പാത്തോളജി. നമ്മളതിനെ എന്ത് വിളിക്കുന്നു? പാത്തോളജി. PATHOLOGY, പാത്തോളജി. നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് മൈൻഡ്, നമ്മൾ മനസ്സിനെ കുറിച്ചുള്ള പഠനം. അതെന്തോ പറയുന്നത്? സൈക്കോളജി. നമ്മളെ എന്ത് വിളിക്കും? സൈക്കോളജി. PSYCHOLOGY, സൈക്കോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ഹീറ്റ്, ചൂട്, ചൂടിനെ കുറിച്ചുള്ള പഠനം. അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോളജി. എന്താണ്? തെർമോളജി. THERMOLOGY, തെർമോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ കുറിച്ചുള്ള പഠനം. അങ്ങനെ നമ്മൾ എന്ത് പറയും? സുവോളജി. എന്താണ്? സുവോളജി. ZOOLOGY, സുവോളജി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് സയൻസ്, അല്ലേ? ഇത് നമ്മൾ സ്റ്റഡി ഓഫ് സൗണ്ടിനെ നമ്മൾ എന്തോ വിളിച്ചത്? അക്വാസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് നാവിഗേഷൻ ത്രൂ എയർ ഓർ സ്പേസ്, അത് നമ്മൾ വിളിച്ചത് എന്താണ്? എയറോനോട്ടിക്സ്. സ്റ്റഡി ഓഫ് സ്പൈഡേഴ്സ് എന്താ നമ്മൾ വിളിച്ചത്? അർക്കനോളജി. സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, അത് നമ്മൾ ആസ്ട്രോണമി. സ്റ്റഡി ഓഫ് ഗ്രാവിറ്റേഷൻ ഇത് വിളിച്ചു? ബാരോളജി. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് എന്തായിരുന്നു? ബോട്ടണി. സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ് എന്തായിരുന്നു? നമ്മൾ പോമോളജി. സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? കോസ്മോളജി. സ്റ്റഡി ഓഫ് കോഡ്സ് എന്താ? ക്രിപ്റ്റോളജി. പിന്നെ എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ലിവിംഗ് സെൽസ്, സൈറ്റോളജി. സ്റ്റഡി ഓഫ് ഫിംഗർ പ്രിന്റ്സ് എന്ത് പഠിച്ചു? ഡാക്ടൈലോഗ്രഫി. സ്റ്റഡി ഓഫ് എർത്ത് ക്രസ്റ്റ് എന്താണ്? ജിയോളജി. സ്റ്റഡി ഓഫ് ഗ്രാസസ്, ഗാമിനോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ലൈറ്റ് എന്തായിരുന്നു? ഒപ്റ്റിക്സ്. സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്തായിരുന്നു? ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ഡിസീസസ്, പാത്തോളജി. സ്റ്റഡി ഓഫ് മൈൻഡ്, സൈക്കോളജി. സ്റ്റഡി ഓഫ് ഹീറ്റ്, തെർമോളജി. സ്റ്റഡി ഓഫ് ആനിമൽസ് എന്താ? സുവോളജി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഇത്രയും ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 23, വേൾഡ് വൈഡ് വെബ്. എന്താണ്? വേൾഡ് വൈഡ് വെബ്. അത് നമുക്ക് എന്ത് പറയാം? WWW. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വേൾഡ് വൈഡ് വെബ് നമ്മൾ വിളിക്കുന്നതാണ് WWW, വേൾഡ് വൈഡ് വെബ്. അപ്പം ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ സ്പേസ് വെയർ URLs identify documents and other web resources interlinked by hypertext link and accessed through the internet. അപ്പം നമ്മൾ ഒരു ഇൻഫർമേഷൻ സ്പേസ് ആണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ്? വേർ URLs identify documents and other web resources, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു. ഇന്റർലിങ്ക്ഡ് ബൈ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് ആൻഡ് ആക്സസ്ഡ് ത്രൂ ദ ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ചെയ്യാനും ബാക്കിയുള്ള ലിങ്കുകൾ ഇന്റർലിങ്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പേസ്, ഒരു വെബ് റിസോഴ്സ്, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ സ്പേസ്
where URLs identify documents and other web resources interlinked by hypertext link and accessible through the internet. ഇന്റർനെറ്റ് വഴി ഇതെല്ലാം സാധിക്കുന്ന എവിടെയാണ്? ഈ ഒരു വേൾഡ് വൈഡ് വെബിലാണ്. അത് നമ്മൾ വിളിക്കുന്നത് www ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ടേം എഴുതണം. ആ ടേം എന്തുമാണ്? നമ്മുടെ വേൾഡ് വൈഡ് വെബുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ടേം എഴുതുക. ഫസ്റ്റ്, എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് അലോ വൺ ടു നാവിഗേറ്റ് ഇൻഫർമേഷൻ ഡേറ്റാബേസ്. അപ്പം ഇൻഫർമേഷൻ ഡേറ്റാബേസിൽ നാവിഗേറ്റ് ചെയ്യാൻ ഒരാളെ എന്താണ് അലോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? എന്തായിരിക്കും? ഫസ്റ്റ്, ബ്രൗസർ. ബ്രൗസർ. എന്താ ടീച്ചർ പറഞ്ഞത്? എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് അലൗസ് വൺ ടു നാവിഗേറ്റ് ഇൻഫർമേഷൻ ഡേറ്റാബേസിൽ. ഇൻഫർമേഷൻ ഡേറ്റാബേസ് നാവിഗേറ്റ് ചെയ്യാനുള്ള അലോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ബ്രൗസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ കമ്പ്യൂട്ടർ ദാറ്റ് ഹാസ് ആക്സസ് ടു സർവീസസ് ഓവർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ സർവീസസ് ആക്സസ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിനെ എന്താ വിളിക്കുന്നത്? ക്ലയന്റ്. എന്ത് വിളിക്കും നമ്മൾ? ക്ലയന്റ്. CLIENT, ക്ലയന്റ്. Next one, a computer system that manage and deliver information to the client computer. അതായത് ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സിന് എന്താണ് ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? എന്താണ്? സെർവർ. എന്താണ്? സെർവർ. സെർവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ഇന്റർനെറ്റ്. എന്താ നമ്മൾ വിളിക്കുന്നത്? ഇന്റർനെറ്റ്. ഓക്കേ. ഫിഫ്ത്ത് വൺ, it is a small text on one document which allow you to access another document by clicking on it. ഇതൊരു സ്മാൾ ടെക്സ്റ്റ് ആണ്. നമുക്ക് എന്താണ് ഒരു ഡോക്യുമെന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഡോക്യുമെന്റിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റു ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സ്മാൾ ടെക്സ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ്. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ്. HYPERTEXT. ഹൈപ്പർ ടെക്സ്റ്റ്. Next one, the addressing system used in www contains the information about the method of access, the server to be accessed and the path of the file to be accessed. എന്താണ് നമ്മൾ ഈ ഒരു www ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്രസ്സിംഗ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നമ്മൾ അതൊരു നമ്മുടെ ആ ഒരു സെർവർ ആക്സസ് ചെയ്യുന്ന രീതി, ആ ഒരു മെത്തേഡ്, ആ ഒരു ഫയൽ ആക്സസ് ചെയ്യുന്ന ആ ഒരു പാത്ത്, ഇതെല്ലാം അറിയാൻ ഈ ഒരു സിസ്റ്റത്തിൽ, അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ പറ്റും. അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? URL. എന്താണ്? URL. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ആ URL-നെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL എന്ന് വെച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് വൺ, ഇറ്റ് റെഫേഴ്സ് ടു എ ഡേറ്റാബേസ് ഓഫ് ഇന്റർനെറ്റ് നെയിംസ് ആൻഡ് അഡ്രസ്സസ്. എന്താണ് നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റ് പേരുകളുടെയും വിവരങ്ങളുടെയും ഒരു ഡേറ്റാബേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? DNS എന്ന് വിളിക്കും. DNS എന്ന് വെച്ചാൽ എന്താണ് ഫുൾ ഫോം? ഡൊമൈൻ നെയിം സെർവർ. എന്താണ്? ഡൊമൈൻ നെയിം സെർവർ. DNS. Okay. Next one, a set of standards that define how a computer handle communication. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് അത് കമ്പ്യൂട്ടർ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ എന്താന്ന് വിളിക്കുന്നു? പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. പ്രോട്ടോകോൾ. ഓക്കെ. നെക്സ്റ്റ് വൺ, a protocol that
allow the transfer of file from one computer to another. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കുന്ന ആ ഒരു പ്രോട്ടോക്കോളിനെ വിളിക്കുന്ന പേര് എന്ത് വിളിക്കും? FTP. ആ ഒരു പ്രോട്ടോക്കോളിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? FTP. FTP യുടെ ഫുൾ ഫോം എന്തുവാ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ FTP യുടെ ഫുൾ ഫോം എന്താ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. Next one, a program that will help the user to find information from various sites depending on the keywords given by the user. ഇപ്പൊ എന്താണ് നമ്മൾ യൂസർ കൊടുക്കുന്നില്ലേ? യൂസർ കൊടുക്കുന്ന ആ ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് വേറെ സൈറ്റുകളിൽ നിന്ന് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്ത് വിളിക്കും? സെർച്ച് എഞ്ചിൻ. എന്ത് വിളിക്കുന്നു? സെർച്ച് എഞ്ചിൻ. എന്താണ് നമ്മൾ ആ ഒരു സെർവർ യൂസർ കൊടുക്കുന്ന കീവേഡ്സിനനുസരിച്ച് പല സൈറ്റിൽ നിന്നൊക്കെ വിവരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെർച്ച് എഞ്ചിൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്തായിരുന്നു? ബ്രൗസർ. സെക്കൻഡ് ക്ലയന്റ്. തേർഡ് സെർവർ. ഫോർത്ത് ഇന്റർനെറ്റ്. ഫിഫ്ത്ത് ഹൈപ്പർ ടെക്സ്റ്റ്. സിക്സ്ത് URL. URL എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. സെവൻത് DNS. എന്താ? ഡൊമൈൻ നെയിം സെർവർ. 8th പ്രോട്ടോകോൾ. 9 FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. 10 സെർച്ച് എഞ്ചിൻ. ഇത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിലുള്ളൂ. ഇനി നെക്സ്റ്റ് പേജ് ക്വിസ് എടുത്ത എല്ലാവരും എടുത്തോ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? എക്സ്പാൻഡ് GIS. GISനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? GIS എന്ന് വെച്ചാൽ ഫുൾ ഫോം എന്തുവാ? ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. GISന്റെ ഫുൾ ഫോം എന്തുവാ? ജിയോഗ്രാഫിക്കൽ. ജിയോഗ്രാഫിക്കൽ. ഇൻഫർമേഷൻ. സിസ്റ്റം. എന്താണ്? ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GIS എന്ന് വെച്ചാൽ എന്താണ്? ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ് ആക്സിസ്. അപ്പോൾ എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ഇല്ലേ? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് പ്ലാന്റ് ഫ്ലവേഴ്സ് ഓൺലി വൺ ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. അതിന്റെ ലൈഫ് ടൈമില് ഒരു പ്ലാന്റ് മാത്രം വരുന്നില്ലേ? വിച്ച് പ്ലാന്റ് ഫ്ലവേഴ്സ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. അതിന്റെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം ഫ്ലവർ വരുന്ന പ്ലാന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോകാർപ്പിക്. എന്താണ്? മോണോകാർപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻവെന്റഡ് ദ ജെറ്റ് എഞ്ചിൻ. ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രാങ്ക് റൈറ്റ്. ആരാണ് കണ്ടുപിടിച്ചത്? ഫ്രാങ്ക് റൈറ്റ്. ഫ്രാങ്ക് റൈറ്റ്. WHITTLE. ഫ്രാങ്ക് റൈറ്റിലാണ് എന്താ കണ്ടുപിടിച്ചത്? നമ്മുടെ ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് മിഷൻ ടു മൂൺ ചന്ദ്രയാൻ 1 വാസ് ലോഞ്ച്ഡ് ഫ്രം വിച്ച് പ്ലേസ്. അതായത് നമ്മുടെ ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് മിഷൻ ആയിരുന്നു ചന്ദ്രയാൻ 1 എന്ന് പറയില്ലേ, ചന്ദ്രനെ കുറിച്ചുള്ള പഠിക്കാനായിട്ട്. അപ്പൊ അത് എവിടെ നിന്നാണ് ആ ഒരു ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്തത്? എവിടെ നിന്നായിരുന്നു? അതായത് ശ്രീഹരിക്കോട്ട. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? ശ്രീഹരിക്കോട്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is known as the father of Indian nuclear program. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഹോമി ജെ ഭാഭ. ആരെയാണ് വിളിക്കുന്നത്? ഹോമി ജെ ഭാഭയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത് ഹോമി ജെ ഭാഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഫോഴ്സ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ആ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്ന് നമ്മൾ വിളിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്ത് വിളിക്കുന്നു? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി.
Next question, name the device used to locate submerged objects under sea. കടലിന്റെ അടിയിലുള്ള സബ്മേർജ്ഡ് ഒബ്ജക്റ്റിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? സോണാർ. ഏതാണ്? സോണാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which state is declared as India's first digital state? ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? കേരള. കേരള ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ്. നെക്സ്റ്റ്, name the technology which provide an availability to create artificial world and how people interact with it. അതായത് ആർട്ടിഫിഷ്യൽ വേൾഡിൽ പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയെ നമ്മൾ പറയുന്ന പേരാണ് ടെലി വെർച്വാലിറ്റി. എന്താണ്? ടെലി വെർച്വാലിറ്റി. ടെലി വെർച്വാലിറ്റി. വെർച്വൽ റിയാലിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? ടെലി വെർച്വാലിറ്റി. അതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? ടെലി വെർച്വാലിറ്റി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് GISന്റെ എക്സ്പാൻഷൻ എന്താ? ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് എന്തായിരുന്നു? വെസ്റ്റ് ടു ഈസ്റ്റ്. തേർഡ് മോണോകാർപ്പിക്. ഫോർത്ത് ഫ്രാങ്ക്മെറ്റ്. ഫിഫ്ത്ത് ശ്രീഹരിക്കോട്ട. സിക്സ്ത് ഹോമി ജെ ഭാഭ. 7 ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. 8 സോണാർ. 9 കേരള. 10 ടെലി വെർച്വാലിറ്റി. അപ്പം നമ്മുടെ GK ഇന്ന് ഇത്രയും മതി. ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് എഴുതുക, സ്റ്റഡി ചെയ്യുക. നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.